വിഷു ദിനത്തിൽ റിലീസായിട്ടുള്ള ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ ചാക്കോച്ചൻ്റെ സിനിമ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഫുൾ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിരുന്നു. എല്ലാവരും ഒന്നിനൊന്നും മികച്ച രീതിയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റോറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറി ആയിരിക്കണമെന്നില്ല. വലിയ ടെസ്റ്റോ കാര്യങ്ങളോ ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല പേഴ്സണലായിട്ട്. അപ്പോൾ പെർഫോമൻസ് വൈസ് സൂപ്പറായിരുന്നു. ഇപ്പോൾ എൻ്റെ ഒരു സ്വന്തം അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രോവേർട്ടായിരിക്കുന്ന ഫസ്റ്റ് ഹാഫ് ഒരു ഇൻട്രോവേർട്ടായിരിക്കുന്ന ഒരാൾ പിന്നീട് ഒരു ദുരൂഹ സാഹചര്യത്തിന് ശേഷം ആളുടെ ക്യാരക്ടർ ചേഞ്ച് ഫ്ലിപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് എൻഡിൽ നമ്മൾ തുടക്കത്തിൽ കാണുന്ന ചാക്കോച്ചനെ അല്ല ലാസ്റ്റ് കാണുന്നത്. ആ ഒരു വ്യത്യാസമാണ് ആ ഒരു സിനിമയിൽ എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഓരോരുത്തരുടെയും അഭിനയം എടുത്തു പറയേണ്ട കാര്യമാണ്. സൂപ്പറായിട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റോറി ആയിട്ട് ഒരു ത്രില്ലർ മൂവി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു ടെസ്റ്റോ കാര്യങ്ങളോ ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. ഒരു സിനിമയാകുമ്പോഴത്തേക്കും പല രീതിയിൽ പല ടൈപ്പ് ഓഫ് സിനിമ ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ എല്ലാ രീതിയിലും അവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഓരോ ക്യാരക്ടറും വളരെ നല്ല രീതിയിൽ 100% കറക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് കാണുമ്പോൾ ആ ഒരു സ്ഥലത്തിരുന്ന് നമ്മളിതെല്ലാം കണ്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് തോന്നും. പക്ഷേ എല്ലാവർക്കും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമ ഒരു ഓക്കെ സിനിമയായിട്ടാണ് തോന്നിയത്.